ഹായ്, ഞാൻ ഇന്ന് തിരിച്ച് നാട്ടിൽ പോവുക. വർക്ക് കുറവായതുകൊണ്ടും പിന്നെ അഗ്ഗി വരുന്നുണ്ട്, അവൻ്റെ ചെക്കപ്പ് ഉണ്ട്. ലാസ്റ്റ് ഞാൻ ബ്രോഡ്വേയിൽ പോയപ്പോൾ ഒരു പുതിയ കുർത്ത മേടിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ ശേഷമാണ് ഞാൻ ഒരു കുർത്ത മേടിക്കുന്നത്. അപ്പം നമുക്ക് അഗ്ഗിയുടെ റിയാക്ഷൻ കൂടി നോക്കാം. സാധാരണ ഈ സൈസ് എടുക്കാത്താണല്ലോ. എങ്ങനെയുണ്ട്? അടിപൊളിയാണല്ലോ. പിന്നെ നമ്മൾ നേരെ പബ്ലിക് ലാബിലോട്ട് പോന്നു. കാരണം നമ്മളൊരു വീഡിയോയിൽ ഇവന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത് കണ്ടായിരുന്നില്ലേ, അതിൽ ഒരു ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് വന്നേക്കുവാണ്. അതിന് സമ്മതപത്രമൊക്കെ ഒപ്പിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന അന്നാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ റിസൾട്ട് മേടിക്കാൻ പോയിട്ടില്ല. ഇനി വേറൊരു ദിവസം പോയി മേടിക്കണം. പിന്നെ നമ്മൾ നേരെ എറണാകുളം മാർക്കറ്റിലോട്ടാണ് പോയത്, കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കാണുന്നത്. സെറ്റ് ഗൈസ്. അങ്ങനെ മല്ലി മുളകിൻ്റെയൊക്കെ വില അന്വേഷിച്ച് നമ്മൾ ആ ക്യാൻറ്റീനിൽ പോയാണ് എന്ത് കഴിക്കണത്? ബിരിയാണി. ഊണ് കഴിക്കും. നീ ബിരിയാണി, ഞാൻ ഊണ്. ഇതാണ് ഗൈസ് ആ ക്യാൻറ്റീൻ. ആ ചേട്ടൻ എന്നോട് എന്തോ ശത്രുത ഉണ്ടെന്ന് തോന്നുന്നു. ആ ചേട്ടൻ എനിക്ക് ഇച്ചിരി ചൊറ തന്നോളൂ ഗൈസ്. നമ്മൾ മീൻചാറ് ചോദിക്കണം, അപ്പോൾ ഒരു മീൻചാറ് നമുക്ക് തരും ഗൈസ്. അല്ലെങ്കിൽ പിന്നെ അതും കിട്ടത്തില്ല. എങ്ങനെ അഗിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചോറും വെന്തിട്ടില്ലായിരുന്നു. ചാള വറുത്തതിന് ഒരു ഗുമ്മുണ്ടായിരുന്നില്ല. ചെമ്മീൻ പിന്നെ പറയണ്ട. പക്ഷെ ചെമ്മീൻ്റെ ഗ്രേവിക്ക് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ചെമ്മീനില്ലായിരുന്നു. അതുകൊണ്ട് എന്താ ചോറിൻ്റെ കറിയാ, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇതിനേക്കാളും നല്ലത് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ക്യാൻറ്റീനാണ്. ഇതെന്ത് ക്യാൻറ്റീനാ? ഇത് ഹോസ്പിറ്റലിൻ്റെ ഏത് എൻട്രൻസ് ആടാ ഇത്? മെയിൻ എൻട്രൻസ് അല്ലേ ഇത്? മെയിൻ എൻട്രൻസിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാൻറ്റീൻ. പക്ഷെ കൊള്ളത്തില്ല, ഒരു രസമല്ല. നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ വരുവാണെങ്കിൽ എവിടെ പോകണം? കോർപ്പറേഷൻ്റെ ക്യാൻറ്റീനിൽ. അവിടെ സൂപ്പറാണ്. ആ ചേച്ചിമാർ നല്ല സർവീസാണ്. ഞാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെന്നപ്പോൾ ആരും അല്ല, നമ്മൾ ചെന്നപ്പോൾ അവിടെ ആരും ഇല്ലാഞ്ഞതുകൊണ്ടാണോ എന്ന് അറിയത്തില്ലല്ലോ. എന്നാലും നിങ്ങൾ പോയി ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട ഗൈസ്. ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ നല്ല വാശിയിൽ വന്നു ഗൈസ് വീട്ടിലോട്ട് പാഴ്സൽ മേടിക്കാൻ വേണ്ടി. പക്ഷെ ഇവിടെ ഭയങ്കര തിരക്ക്. ഇവിടെ തിരക്കില്ല. ഇവിടുന്ന് മേടിക്കണോ ഇവിടുന്ന് മേടിക്കണോ എന്നുള്ള ഡൗട്ടാണ് ഗൈസ്. എവിടുന്ന് മേടിക്കണോ? എനിക്കിഷ്ടം ഇവിടുന്ന് മേടിക്കാം അല്ലേ? നിനക്ക് ഇന്ന് മുഖത്തൊരു വട്ടം പോലെ. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ജീരക സോഡയുടെ ഇത് കാണുവാണെങ്കിൽ ഞാൻ എപ്പോഴും കുടിക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി കൂടെയാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളുടെ അടുത്തൊരു കടയിൽ ഇതേപോലെ ജീരക സോഡ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എൻ്റെ അച്ഛൻ മേടിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജീരക സോഡ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നമ്മൾ സീമാസി വന്നു ഗൈസ്. നൂഡിൽസ് മേടിച്ചിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് നേരെ തൃപ്പൂണിത്തറ സീമാസിൽ വന്നു. നമ്മളിവിടെ വന്നത് ഒരു റെഡ് ബ്ലൗസ് മേടിക്കാനാണ്. കാരണം വിഷുവിനിടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റയിൽ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് ഭയങ്കര വലിയതായിട്ടൊന്നും തോന്നിയില്ല, കൊള്ളാം. പിന്നെ അധികം ഞാൻ എക്സ്പ്ലോറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഫുഡ് വലിയ ഗുമ്മില്ലാതെ കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓർത്ത് എന്തെങ്കിലും കുടിക്കാമെന്ന്. അങ്ങനെ നമ്മൾ സീമാസിയിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു തൃപ്പൂണിത്തറ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ജ്യൂസ് കടയിൽ വന്ന് 49 റുപ്പീസിൻ്റെത്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്മൂത്തി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ പോയി. അവിടെ 50 ആണ് അവിടെ മെയിനായിട്ടുള്ളത്. 50 പിന്നെ അതിന് എബവ് ഉള്ള ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു ഫലൂഡയാണ് പറഞ്ഞത്. അവൻ ഡേറ്റ്സിൻ്റെയും ഞാൻ ഫ്രൂട്ട്സിൻ്റെ ആയിരുന്നു. ഫ്രൂട്ട്സ് പ്ലസ് വാനിലയുടെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങി. കാരണം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ലേറ്റാകും. പോകുന്ന വഴി
നമ്മളൊരു ആനയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ആനയ്ക്ക് ഒരു കൊമ്പേ ഉള്ളൂ, മറ്റേ കൊമ്പ് വെക്കും, അവർ മറ്റേ വെപ്പ് കൊമ്പ് വെക്കും. നമ്മൾ ഈ ആന നേരത്തെ ഒരു വട്ടം കണ്ടിട്ടുണ്ട്, വൈക്കത്തഷ്ടമിക്ക് ഒരു വട്ടം ഈ ആന വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനയുടെ കൊമ്പ് ഊരി എടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ആചാരം തെറ്റിക്കാതെ ഈ കടയിൽ കയറി ഒരു സോഡാ സർവത്തും കുടിച്ചു. കാരണം അവിടുന്ന് ഇവിടെ വരെ വണ്ടി ഓടിച്ച് വരുമ്പോൾ നല്ല ടയേർഡാകും. ഇതാണ് ആ ഫുൾ ഡ്രസ്സിൻ്റെ ലുക്ക്. 300 രൂപയുള്ളൂ, ബ്രോഡ്വേന്ന് മേടിച്ചതാണ്. എനിക്കിഷ്ടപ്പെട്ട്. കുറച്ച് ക്ഷീണമുണ്ട് അത് ഇത്ര ഓടി നടന്നിട്ട്. ശരി ഗൈസ്, നമ്മൾ വീട്ടിൽ പോവുകയാണ്. ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് നേരെ വീട്ടിലോട്ട്. എല്ലാവരും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും, ലൈക്ക് ചെയ്തേക്കും, ഷെയർ ചെയ്യണ്ട ഗൈസ്.